എന്തായാലും കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ്. 1 2 3 4 എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ. 3 മെമ്പർമാർ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും കുറച്ച് മെമ്പേഴ്സാണ്. ചേച്ചി ഇപ്പം എന്തായാലും UDFിലാണ്. പിന്നെ നാളെ 6 എന്നുള്ളത് മാന്ത്രിക സംഖ്യ. പിന്നെ ഉള്ളത് BJP 5 പേര്. പിന്നെ വേറെ ആരുമില്ലല്ലോ. 6 6 5 ഇത്രയേ ഉള്ളൂ. നാളെ തീരുമാനിക്കേണ്ടത് ഭാഗ്യമാണ് അല്ലേ ചേച്ചി? ഈ ഭാഗ്യം എതിരായ എന്ത് ചെയ്യും? മണമ്പൂരത്തെ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റായിട്ട് വരും. ഭാഗ്യം എതിരായാൽ എന്താണ്? അത് തീരുമാനിക്കപ്പെടുന്നത് പോലെ വിധി പോലെ വരട്ടെ. അതിനകത്ത് യാതൊരു വിഷമവും ഇല്ല. എന്തിന് ടെൻഷൻ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഭാഗ്യം നിർഭാഗ്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് എന്ത് വന്നാലും ഒരു പ്രശ്നവുമില്ല. പ്രസിഡന്റായിട്ട് വരികയാണെങ്കിൽ ഈ 5 വർഷം വളരെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കും. അഴിമതിരഹിതമായിട്ടുള്ളൊരു ഭരണം തന്നെയായിരിക്കും. ഇല്ല എങ്കിൽ ജനങ്ങളോടൊപ്പം എന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജനങ്ങൾ ജയിപ്പിച്ചതാണ്. അപ്പോൾ അവരുടെ ആഗ്രഹപ്രകാരം ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ പഞ്ചായത്ത് ആകമാനം 6ാം വാർഡ് മാത്രമല്ല പഞ്ചായത്ത് ആകമാനം എൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കും. ഇപ്പോൾ മുൻ ഭരണസമിതിയിൽ അഴിമതി ഉണ്ടെന്നാണ് വെച്ച് പറയുന്നത്. അതിനെക്കുറിച്ചെല്ലാം തന്നെ ഇന്നലെ ഒക്കെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും വലിയ അഴിമതിയുണ്ട്. അത് പലതും ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. UDFും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ചേച്ചി ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ തിരുത്താവുന്നതാണോ ചേച്ചി ഇങ്ങനെ ഒരു റിബൽ നിലപാടെടുത്തത്? അല്ല, ഒരിക്കലും അല്ല. ഞാൻ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വരുന്നില്ല എന്നതുകൊണ്ടാണ് അവരെന്നെ മാറ്റി നിർത്തിയത്. പിന്നീട് സ്ഥാനാർത്ഥിത്വം വന്ന് വിജയിച്ചു കഴിഞ്ഞ ശേഷവും എന്നെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിക്കൊന്നും എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പകരം നിലവിലുള്ള CPMൻ്റെ ആഭ്യന്തരകാര്യമാണെങ്കിൽ പോലും നിലവിലുള്ള LDF ഭരണസമിതി വരണം എന്ന് ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം എനിക്കറിയാവുന്നുള്ളത് കൊണ്ടും അത് മാത്രമല്ല ഞാൻ ആ പാർട്ടിയിൽ 25 വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്നതുകൊണ്ടും ആ പാർട്ടി വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റ് മുതിർന്ന 2 അംഗങ്ങളെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പാർട്ടിയെ പിന്തുണയ്ക്കാം, LDFനെ പിന്തുണയ്ക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് പോലും CPMൻ്റെ നിലവിലുള്ള ഒരു നേതാവ് അനുവദിച്ചില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് പിന്തള്ളണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പലപ്പോഴും എൻ്റെ ഒരു പ്രതികരണവും മറ്റും ആയിരിക്കാം അവരെ അലോസരപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. മണമ്പൂരിൻ്റെ ശബ്ദമായിരുന്നു കുഞ്ഞുവിളേച്ചി. കാരണം പലപ്പോഴും ഞാൻ വാർത്തയിലുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരാൾ വയ്യാണ്ട് കിടന്നപ്പോഴത്തെ അത് ചേശ്ശേരി പഞ്ചായത്ത് പോലുമല്ല, അപ്പുറത്തെ ഒരു വേറെ മണനാക്കിൽ വെച്ചിട്ടൊരു ആൾക്കൊരു ക്യാൻസർ പേഷ്യൻറ്റ് ഒരു ബെഡില്ലാത്ത സമയത്ത് ഞാൻ ചേച്ചിയെ വിളിച്ചായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, മക്കളെ നാളെ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു പേഷ്യൻറ്റിന് ബെഡ് കൊണ്ടുവന്ന ഒരാളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കാരണം മണമ്പൂർ പഞ്ചായത്തിലൊരു കാര്യം ഞാൻ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആദ്യം എന്നോട് സംസാരിക്കുക ചേച്ചിയാണ്. പഞ്ചായത്തിൽ ശബ്ദം ചേച്ചിയായിരുന്നു. ആ ഒരു ആശുപത്രിയിലെ കേസായാലും ശരി തന്നെ 2 നേരം നല്ല കഞ്ഞി, സാധാരണ കഞ്ഞിയും ഉപ്പൊന്നുമല്ല, നല്ല കഞ്ഞിയും പയർ കറിയും അല്ലേ ചേച്ചി? അത് ഞാനും കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് വൈകിട്ടടക്കുമ്പോൾ ചേച്ചി കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ചേച്ചിയെപ്പോലുള്ള ആൾ പറഞ്ഞതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് എല്ലാം ചേച്ചിയുടെ കൂടെയായിരുന്നു. ഈ കട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് മുഖം കാണിക്കാൻ പോലും ചേച്ചി തയ്യാറായിട്ടില്ല എന്നുള്ള വാസ്തവം അല്ലേ? മുഖം പോലും ചേച്ചി കാണിച്ചിട്ടല്ലേ? അവർ മുഖം പോലും ചേച്ചി കാണിച്ചിട്ടില്ല. ഇപ്പോൾ UDFിൻ്റെ എല്ലാ ആൾക്കാരുണ്ട്. ചേട്ടാ, ഇതിപ്പം ചേച്ചി നിങ്ങളുടെ കൂടെ പാർലമെന്റ് പാർട്ടി ലീഡറായിരുന്നു. അപ്പോൾ എന്തായാലും പഞ്ചായത്തിൻ്റെ ഭരണം നല്ലതുപോലെ നടക്കണം. ഇപ്പോൾ കുഞ്ഞുമോള് ഇന്നലെ അവസാന ദിവസം വരെയും LDFിനൊപ്പം പോകുമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പാടായതുകൊണ്ട് നമ്മുടെ പാർട്ടി നേതൃത്വം, നമ്മളല്ല പ്രാദേശികമായിട്ടുള്ള നേതൃത്വമല്ല, നമുക്കൊരു നിർദ്ദേശമുണ്ടായിരുന്നു. സ്വതന്ത്രരായി മത്സരിക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ പാർട്ടിയുടെ പിന്തുണ കൊടുക്കണമെന്നുള്ളത്. അപ്രകാരം കുഞ്ഞുമോളുമായിട്ട് നമ്മളെ മണ്ഡലം പ്രസിഡന്റ് സഭാതും മറ്റ് നേതാക്കന്മാരും സംസാരിച്ചപ്പോൾ അവരുടെ നിലപാട് അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് മറുപടി പറയാൻ പറ്റുകയുള്ളൂ എന്ന്. 2 മണി കഴിഞ്ഞിട്ടും മറ്റവരുടെ മറുപടി അനുകൂലമല്ലാത്തതുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ UDFിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്തു. പിന്നെ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യമാണ്. നാളെ ഒരു പക്ഷേ ഇത് ഒരു നെഗറ്റീവ് ആണെങ്കിലും നമുക്കാർക്കും വിഷമമൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാം ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരായതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് തന്നെ നിന്ന്
പഞ്ചായത്തിൻ്റെ കാര്യങ്ങളുമായി ജനങ്ങളെ സേവിക്കുന്ന ഇതുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. നിങ്ങളൊക്കെ UDF മെമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഒരു പിന്നെ LDFിൻ്റെ ആയിരുന്ന ഒരാള് സ്വന്തം ജയിക്കുന്നപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല? ഇല്ല, നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സന്തോഷമുണ്ട്. അങ്ങനെ ഈഗോ ഒന്നുമില്ല. ഞാൻ ആത്മാർത്ഥത ചോദിക്കണോ? സന്തോഷമേ ഉള്ളൂ. നമ്മൾ കെട്ടായിട്ട് നിന്ന് അവർക്ക് അവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. നറുക്കെടുപ്പിട്ട ചേച്ചി പ്രസിഡന്റ് ജയിക്കും. മോളിരിക്കുന്ന ആളെ ജയിക്കണമല്ലോ, ഉറപ്പായിട്ടും ജയിക്കും. ഈ ഇപ്പോൾ തന്നെ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച കുഞ്ഞുമോളെ നമ്മൾ UDFിലേക്ക് സ്വാഗതം ചെയ്തത്. അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും ആയിരുന്നു ഇവിടെ മൊത്തം നടന്നുകൊണ്ടിരുന്നത്. ഒന്നോ രണ്ടോ പേര് പറയുന്ന കാര്യങ്ങൾ മറ്റവർ ശിരസ് കുനിച്ചു നിന്ന് സ്വീകരിക്കുക, പോവുക, ഇതായിരുന്നു നടന്നത്. ഈ പഞ്ചായത്തിൽ വികസനം നടന്നുവെന്ന് പറയാൻ ഒരു വികസനമെങ്കിലും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? UDF നിരന്തരം സമരത്തിൻ്റെ പാതയിലായിരുന്നു ഈ മണമ്പൂർ പഞ്ചായത്തിൽ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് അഴിമതി എങ്ങനെ നടത്താം എന്നുള്ളതായിരുന്നു ഈ പഞ്ചായത്തിൽ നടമാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണിത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2 പഞ്ചായത്ത് മെമ്പർമാരിൽ ഒതുങ്ങിയ UDF ഇത്തവണ 5 മെമ്പർമാരുമായിട്ടാണ് നിൽക്കുന്നത്. ഒപ്പം നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ കുഞ്ഞുമോളും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം CPMൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടിച്ചെടുത്ത 2 സീറ്റും BJPയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടിച്ചെടുത്ത ഒരു സീറ്റുമായി ഞങ്ങൾ 5 പേരെയാണ്, ആ 5ഉം ഈ കുഞ്ഞുമോളെയും കൂട്ടി 6 പേരെയാണ് ഞങ്ങൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതിൽ ഞങ്ങൾ കുഞ്ഞുമോളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും ശ്രീ സുരേഷ് കുമാറിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങൾ അവിടെ പോരാടാൻ ഇറക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിജയം നമ്മൾക്ക് തന്നെയായിരിക്കും. ഈ ജനങ്ങൾ, പഞ്ചായത്ത് മുഴുവൻ ആൾക്കാരും ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അത് ഭാഗ്യം നമ്മളെ തുണയ്ക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ചേച്ചി ഒരു കാര്യം പറയട്ടെ, ചേച്ചിക്ക് വ്യാപകമായ ഇലക്ഷൻ നിൽക്കുമ്പോൾ തന്നെ വ്യാപകമായ ആക്രമണം ഉണ്ടായി. ചേച്ചിയുടെ എല്ലാം നശിപ്പിച്ചു. പേടിയൊന്നുമില്ല ഇപ്പോൾ? ഞാൻ ഭയം എന്നൊരു വികാരം എനിക്കില്ല. ഭയക്കേണ്ടതായിട്ടുള്ള തെറ്റുകളൊന്നും ചെയ്യാറുമില്ല. പിന്നെ അങ്ങനെ അക്രമം പല പ്രാവശ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ നിന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള അക്രമം ഉണ്ടായി. ആ ഇലക്ഷൻ്റെ അന്ന് രാവിലെ എൻ്റെ കൊടിതോരണങ്ങളെല്ലാം തന്നെ കത്തിച്ച്, എന്നെ കത്തിക്കുന്നതിന് തുല്യമായിട്ട് ഒരു കാട്ടിൽ കൊണ്ടുപോയി കത്തിച്ചിരിക്കുന്നുണ്ട്. ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ നശിപ്പിച്ചു. പലതും പിന്നെ കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ മാറ്റുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. ബൂത്ത് പിടിച്ചെടുക്കാൻ വാർത്തയിട്ടുണ്ടല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. ഫാമിലിയില്ല, അച്ഛനമ്മമാർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ളൊരു സംരക്ഷണം യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ബോണസായിട്ട് CPM എടുക്കേണ്ടതായിരുന്നു. അതിന് പകരമായിട്ട് എന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളായിട്ട് കൂടി എന്നെ കൂടെ നിർത്തി പരിരക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നു. അതുപോലും ചെയ്യാതെ എന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 40 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്, കളിസ്ഥലത്തിന് വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെച്ചിരുന്നു. ഒരു വർഷത്തെ ഫണ്ട് എടുക്കാതെ തൊട്ടടുത്ത വർഷം 40 ലക്ഷം രൂപയാണ് ഫണ്ട് പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. പലപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റുകളെല്ലാം സംയുക്ത പ്രോജക്റ്റുകളായിരിക്കണം. അപ്പോൾ മണമ്പൂർ പഞ്ചായത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് വയ്ക്കണം. പക്ഷേ 1 രൂപ പോലും പ്ലേ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റിൽ വച്ചില്ല. എന്നോട് അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 40 ലക്ഷം രൂപയാണ് വച്ചിരിക്കുന്നത്, ആ ഫണ്ട് ലാപ്സായി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ഫണ്ട് വയ്ക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞത് അടുത്ത വർഷം വയ്ക്കാമെന്നാണ്. അതായത് എൻ്റെ ഈ 40 ലക്ഷം രൂപ പോകണമെങ്കിൽ അങ്ങ് പോട്ടെ, എനിക്കൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് ആ 40 ലക്ഷം രൂപ 2 ഘട്ടമായിട്ട് പറങ്കിമാമ്പള കാട്ടിൽ സ്കൂൾ റോഡ് ചെയ്യുന്നതിന് വേണ്ടി റീടാറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അത് മാറ്റി വയ്ക്കണം. അത് നടക്കാതെ പോയി. ഇത്രയും ലേറ്റ് ആയതിന് കാരണം 2 വർഷത്തെ ഫണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ച ഫണ്ട് പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ഭരണസമിതിയാണ് മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് LDF ഭരണസമിതി. ഇല്ല, അങ്ങനെ സമരമൊന്നും ഞാൻ ചെയ്തില്ല. കാരണം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞാൻ നടത്തിയത്. ഈ ഒരു വിവരം ഞാൻ ഇപ്പോഴാണ് അറിയിക്കുന്നത്. മുമ്പൊന്നും ഈ ഒരു വിവരം ഞാൻ പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല. അത് മാത്രമല്ല, നഹാസിൻ്റെ ഒരു മറ്റേ നഹാസായിട്ടുള്ള വിഷയമൊക്കെ മറ്റേ ഭൂമി കൈയേറ്റങ്ങളിലൊക്കെ അത് നഹാസല്ല, അത് മനാഫാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് പല ഇതും നടപ്പിലാക്കുന്നത്. ഏതായാലും ഒരു 25 വർഷമായിട്ടൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുമോൾ ചേച്ചി ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അവർക്കെതിരെ മത്സരിച്ചു. അത് ജനങ്ങളുടെ സംഭവമാണ്. ജനങ്ങളാണ് കൊടുത്തത്, ജനങ്ങളുടെ കൊടുത്ത സ്ഥാനമാണ്. അതിപ്പോൾ ചേച്ചി ഇപ്പോൾ UDFിൻ്റെ കൂടെ നിൽക്കുന്നു. വലിയൊരു മാറ്റമാണ് ഈ പറയുന്ന നാളെ നടക്കാൻ പോകുന്നത്. നാളെ മണമ്പൂർ പഞ്ചായത്ത് നടക്കാൻ പോകുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു സംഭവമായിരിക്കും.
ഒരു നറുക്കെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, നറുക്കെടുപ്പ് എടുക്കുമ്പോഴത്തേക്ക് ഹാഫ് അല്ലല്ലോ, ഫുള്ളല്ലേ? എടുത്ത ഫുള്ളായിട്ട് തന്നെ ഇത് വോട്ടുകൾ തുല്യമായിട്ട് വരുമ്പോഴാണ് ഞെറുക്കെടുപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ CPM-ന് 6 വോട്ട് കിട്ടി, UDF-ന് 6 വോട്ട് കിട്ടിയാൽ ആരാണോ മത്സരിച്ച് അവരുടെ പേരുകൾ എഴുതിയാണ് ഞെറുക്കെടുക്കുന്നത്. അതിൽ നിന്ന് ഒരാളെടുക്കുന്ന അവർ പ്രസിഡന്റ് ആവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി മത്സരം വരുമ്പോഴത്തേക്ക് അവിടെയും വിഷയം ഉണ്ടാവില്ലേ? പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴത്തേക്കും വിഷയം ഉണ്ടാവും. പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഞെറുക്കെടുത്ത് കിട്ടുന്നത് തന്നെ, അത് ആരാണെന്നൊന്നുമില്ല, ഞെറുക്കെടുപ്പിലൂടെ കിട്ടുന്നവർ തന്നെ പഞ്ചായത്തിന്റെ ആവുന്നു. പിന്നെ നാളെ സമയത്ത് ഒരു അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളല്ലേ. ഇതിപ്പോൾ ഭരണത്തിൽ കയറട്ടെ, ആരെങ്കിലും ചിലപ്പോൾ പല സ്ഥലത്തും പലതും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ ആവണമെന്നൊന്നുമില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഭാഗ്യമൊക്കെ തന്നെയാണ്. ശരി, ഏതായാലും കുഞ്ഞുമുളശ്ശി എനിക്ക് അറിയാത്തുള്ള കാലം പുള്ളിക്കാരിക്കെതിരെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവർ ജനനന്മ മാത്രമേ ചെയ്യുന്ന ഒരു ശ്രമം മാത്രമേ നമുക്കുള്ളൂ. ജനനന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരുപാട് വാർത്തകളും കാരണം ചെയ്തിട്ടുണ്ട്. എവിടെ മണമ്പൂർ എന്ത് വിഷയം ഉണ്ടായാലും ഞാൻ ആദ്യം വിളിക്കുന്നത് കുഞ്ഞുമുളശ്ശിയാണ്. എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പിന്നെ സഹായിക്കാനൊക്കെ ഒരുപാട് ഓടി നിന്നിട്ടുള്ള ചേച്ചിയാണ്. നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടായാലും ആ ചേച്ചി ഇപ്പോൾ ഒരു മറുചിന്ത നടത്തിയത് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ കാരണം ആ പാർട്ടി തന്നെയാണ്. ആ പാർട്ടി ചിന്തിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം ഇങ്ങനെ ഒരാളെ ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി പാർട്ടി തയ്യാറായെങ്കിൽ പാർട്ടി പുനർവിചിന്തനത്തിന് വേണം. കാരണം അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ ഈ ജനങ്ങൾ ജയിപ്പിച്ചത്. ഒന്ന് ഒരു പുനർവിചിന്തനം ചെയ്യുക. ചേച്ചി നാളെ വരികയാണ്. നാളെ വോട്ടെടുപ്പാണ്. ഭാഗ്യം ആർക്കെന്ന് നോക്കാം. ഭാഗ്യമാണ്, നറുക്കെടുപ്പാണ് നാളെ. ഇവിടെ മാത്രമല്ല 5 ദിവസങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സ്ഥലത്ത് നറുക്കെടുപ്പ് നടക്കുകയാണ്. എല്ലായിടത്തും നടക്കുന്ന നാളെ നമുക്ക് ഒരുപാട് പഞ്ചായത്തുകളുടെ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഏതായാലും ചേച്ചി നമ്മുടെ ചാനലിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ മാത്രമല്ല ഒരുപാട് നന്മയും നാളുകൊണ്ട് ഇപ്പോൾ വാർത്ത ചെയ്യാൻ വേണ്ടി ഓടി ഈ സന്ധ്യ സമയത്തും വെയിൽ മങ്ങി സന്ധ്യയായി രാത്രിയായി ഇവിടെ എത്തിയത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. നാളെ നമുക്കറിയാം ആരാണ് വിജയി, ആരാണ് പരാജയം. അത് ദൈവം നിശ്ചയിക്കും, ഭാഗ്യം നിശ്ചയിക്കും. വിശ്വാസം വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം സയ്യിദ് മാരാർ സൈനിങ് ഓഫ്.